ഇന്ത്യൻ ചരിത്രം പോലും ഗഹനമായി പഠിക്കാത്തൊരു ജനതയുള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യ. മഹാത്മാഗാന്ധി പോലും വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള സ്ഥിതി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. ജാതി ചിന്ത കൂടി വരുന്നു, സാമുദായിക ചിന്ത കൂടി വരുന്നു. അതല്ലേ ഒരു സാമുദായിക നേതാവ് ഇടയ്ക്കിടയ്ക്ക് ഓരോവൻ അട്ടഹാസം മുഴക്കുന്ന 2-3 ദിവസമായിട്ട്. അപ്പോൾ സ്വാഭാവികമായും ചരിത്രത്തിന് വികൃതമാക്കപ്പെടുന്നു. ആ ചരിത്രത്തിനെ വികൃതമാക്കുന്ന സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ടതാരാ? ചിന്തിക്കുന്ന മനുഷ്യൻ. നേരത്തെ നാരായണദാസ് പറഞ്ഞതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യരുടെ എണ്ണം കൂടണം. ഇത് മനുഷ്യനെ ഹിന്ദുവായിട്ടും മുസൽമാനായിട്ടും ക്രിസ്ത്യാനിയുമായി കണ്ടാൽ മനുഷ്യനില്ലാതെയാകും. ഇത് മനുഷ്യനെ ഇത് തൊട്ടടുത്തിരുന്ന ആദ്യം ചോദിക്കും എന്താ പേര്, അപ്പൊ ഞാൻ പറയും അജിത് കൊള്ളാടി. അടുത്ത ചോദ്യം എന്താ ജാതി. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊരു ദുരന്തപൂർണമാണിത് ഈ രോഗം. ചോദ്യം ചെയ്യാൻ ചരിത്രകാരന്മാർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്താൽ തലയുണ്ടാവില്ല. പക്ഷെ അരിസ്റ്റോട്ടലും പ്ലാറ്റോയും സോക്രട്ടീസും ഒക്കെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു ലോകത്തിനെ. നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ആ നിരന്തരം ചോദ്യം ചെയ്ത മഹാനായ മനുഷ്യന്റെ മണ്ണാണിത്. അങ്ങനെ എത്രയോ മഹാരഥന്മാർ നടന്നു നീങ്ങിയ മണ്ണാണിത്. ഇന്ന് അന്ന് എഴുതി വെച്ചാട്ടോ, ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇന്ന് അമ്പലങ്ങളിൽ പോകുന്നതും പള്ളികളിൽ പോകുന്നതും ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം എഴുതിയതാണ്. എന്തിനാണ് ഈ പോകുന്നത്? അങ്ങനെ ഒരു ഫാഷനായി മാറ്റാനാണല്ലോ. ഭക്തിയാണോ ഭക്തി എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ എത്ര ഉജ്ജ്വലമായ വിപ്ലവകാരിയാണ്. ഇന്നത് എഴുതാൻ പറ്റുമോ എല്ലാവർക്കും? ഇന്ന് അങ്ങനത്തെ ഒരു പ്രസംഗം നടത്താൻ പറ്റുമോ? അങ്ങനെ അപൂർവം ചില ആൾക്കാർ ചെയ്യുമൊന്നും അല്ലാതെ. സമൂഹത്തിന്റെ ചിന്താഗതി ജീർണിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്തുനിഷ്ഠമായ ചരിത്രങ്ങൾ പറയുന്നില്ല, എല്ലാറ്റിനെയും വികൃതമാക്കി ചിത്രീകരിക്കുന്നു. ഇന്ത്യയിൽ പഠിപ്പിച്ച ചരിത്രം മുഴുവൻ വരേണ്യവർഗത്തിന്റെ ചരിത്രമാണ്. ഇപ്പോഴും പഠിപ്പിക്കുന്നത് അതാണ്. ഇപ്പോഴാണ് സബാൾട്ടേൺ ചിന്തകൾ, ദളിത് ചിന്തകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചിന്തകൾ, ആദിവാസികളുടെ ചിന്തകൾ വിദ്യാഭ്യാസ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്നത്. ചരിത്രത്തിനെ കുറിച്ച് വളരെ ദൃഢമായ സ്വരത്തിൽ എവിടെ നിന്നെല്ലാം ശബ്ദിക്കാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം ഉച്ചൈസ്തരം ശബ്ദിക്കേണ്ട, അഭിപ്രായം പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രം, ഒരു സമൂഹത്തിൻ്റെ ചരിത്രം, ഒരു ദേശത്തിൻ്റെ ചരിത്രം, ഇതൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വസ്തുനിഷ്ഠമായ ചരിത്രത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു കാലഘട്ടം. ചരിത്രം ഇത്രത്തോളം വിധ്വംസിക്കപ്പെട്ടിട്ടുള്ളൊരു കാലം ലോകത്തുണ്ടായിട്ടില്ല, ഇന്ത്യയിലുണ്ടായിട്ടില്ല. ഒരു സമൂഹം മുന്നേറുന്നത് ചരിത്രത്തിലൂടെയാണ്. ഏതൊരു ജനസഞ്ചയവും മുന്നേറാൻ ചരിത്ര വഴികൾ തിരഞ്ഞെടുക്കണം. ആ ചരിത്രത്തിനെ വസ്തുനിഷ്ഠമായിട്ട് അവലോകനം ചെയ്യുവാനും അപഗ്രഥിക്കുവാനും പഠിക്കുവാനും ജനമനസ്സിലൊരു താല്പര്യമുദിക്കണം. ഒരുപാട് ചരിത്ര സംഭവങ്ങളിലൂടെയും ചരിത്ര പോരാട്ടങ്ങളിലൂടെയുമൊക്കെ ഈ രാജ്യം നടന്നു നീങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. തൃത്താലയുടെ മണ്ണ് അല്ലെങ്കിൽ പല പ്രദേശങ്ങളുടെയും സമരോജ്വല ഗാഥകളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂട്ടികുത്തി വാഴുന്ന നാടുവാഴിത്വത്തിനും ജന്മിത്വത്തിനും എതിരായ പോരാട്ടം, സാമൂഹിക അസമത്വത്തിൻ്റെ കൊടും ക്രൂരതകൾക്കെതിരായിട്ടുള്ള പോരാട്ടം, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ പോരാട്ടം, മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞിട്ടുള്ള മഹാരഥനായ വി.ടി. ഭട്ടതിരിപ്പാട് അടക്കമുള്ള നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ള പോരാട്ടം, ഇതൊക്കെ ഇന്ന് കേരളത്തിലടക്കം എത്ര പേർ ഓർക്കുന്നുണ്ട്? ഇന്ത്യൻ ചരിത്രം പോലും ഗഹനമായി പഠിക്കാത്തൊരു ജനതയുള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യ. മഹാത്മാഗാന്ധി പോലും വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കാൻ പാടില്ല.
മൗലാന ആസാദിനെ പഠിക്കരുത്. ശ്രീനാരായണ ഗുരുദേവനും അങ്ങനെയുള്ള നായകന്മാരുടെ ചിന്തകളൊന്നും പഠിക്കാനും പഠിപ്പിക്കാനും പാടില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ചരിത്രത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ വളരെ പ്രസക്തമാണ്, വളരെ ഗൗരവമേറിയിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു അന്ധകാര നിബിഡമായിട്ടുള്ളൊരു സമൂഹത്തിൽ വിജ്ഞാനത്തിനെ തേടി നടക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ശ്ലാഘനീയമായ കാര്യമാണ്. ഏതു തരം വിജ്ഞാനത്തിനെ നമ്മൾ ആർജിക്കുമ്പോൾ ആ ആർജിക്കൽ പ്രക്രിയയിലൂടെ നമ്മൾ നേടുന്ന അനുഭവത്തിൻ്റെ തീഷ്ണതയാണ് ചരിത്രം. മനുഷ്യകുലത്തിൻ്റെ അനുഭവങ്ങളുടെ ആകത്തുകയാണ് ചരിത്രം. ആ ചരിത്രം നമ്മൾ ഗഹനമായി അതിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള മനുഷ്യകുലത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ ആഫ്രിക്കയിൽ മനുഷ്യകുലത്തിൻ്റെ ഫോസിൽസ് കണ്ടെടുത്ത നാൾ മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ എന്തെല്ലാം പരിണാമങ്ങൾക്ക് വിധേയമായി, എന്തെല്ലാം അനാചാരങ്ങളെ ഭേദിച്ച്, അന്ധവിശ്വാസങ്ങളെ ഭേദിച്ച്, കടുത്ത പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് നടന്നത്. കിഴക്കൻ ആഫ്രിക്കയിലെ കെനിയയിൽ തുർക്കാന തടാകത്തിൻ്റെ അടുത്തുള്ള മെയ്നി സൈദീദി എന്ന് പറയുന്ന പ്രദേശത്താണ് 78,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു എന്ന് പറയപ്പെടുന്ന മനുഷ്യ കുലത്തിൻ്റെ ആദ്യത്തെ ഫോസിൽസ് കണ്ടെടുക്കുന്നത്. ഭാഗ്യവശാൽ എനിക്ക് അവിടെയൊക്കെ പോകാൻ സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിൻ്റെ ജന്മസ്ഥലമാണ്. അതിൽ കെനിയയിലാണ് പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങൾ മുഴുവൻ കണ്ടെടുക്കപ്പെട്ടത്. പിന്നീട് ഈജിപ്തിലെ ക്രോമാഗ്രൻ ഗുഹകളിൽ. അപ്പം അതിൽ നിന്നൊക്കെയാണ് മനസ്സിലാക്കിയത് 3-4 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ അവൻ്റെ സഞ്ചാരം തുടങ്ങി. അങ്ങനെ ചരിത്രകാരന്മാർ എഴുതി ഒരുപാട് ചരിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് കഥ പറഞ്ഞു, ഒരുപാട് മുന്നോട്ടുള്ള സഞ്ചാരപഥങ്ങളെക്കുറിച്ച് പറഞ്ഞു, കുടിയേറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഭാഷ പറഞ്ഞു, വേഷം പറഞ്ഞു, സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, ആശയവിനിമയങ്ങളെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് മനുഷ്യ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലുമുള്ള ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഭാഗമായ സംസ്കാരത്തെക്കുറിച്ചും ലോകം അറിയാൻ തുടങ്ങിയത്. ചരിത്ര രചനയിൽ 2 പ്രധാനപ്പെട്ട താക്കോൽ വാക്കുകളുണ്ട്, ദ കീ വേർഡ്സ്. ലോക ചരിത്രകാരന്മാർ സ്വീകരിച്ചു പോകുന്ന 2 വാക്കുകൾ. അതിലൊന്ന് സംസ്കാരം, രണ്ടാമത്തത് ചരിത്രം തന്നെ, ഹിസ്റ്ററി. ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏത് ചരിത്ര പുസ്തകവും പഴയ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ചരിത്രരചന നടത്തുന്നത് ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. ആധുനിക ഇന്ത്യയിൽ ബ്രിട്ടന്റെ വരവോടുകൂടി ജോൺ സ്റ്റുവാർട്ട് മിൽ എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് ചരിത്രകാരനാണ് ആദ്യമായി ഇന്ത്യൻ ചരിത്രം എഴുതുന്നത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ തീരുമാനപ്രകാരം. ആ പുസ്തകത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നിടത്താണ് അദ്ദേഹം ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള 3 അധ്യായങ്ങളിലൂടെ ഇന്ത്യ ചരിത്രം എഴുതിയത് അദ്ദേഹം. അന്ന് തുടങ്ങി ഈ വിഭജന പ്രക്രിയ. വിഭാഗീയതയുടെ വിഷലിപ്തമായ സന്ദേശങ്ങൾ അന്ന് മുതൽ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. ഇന്നത് കൂടുതലായി എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ തന്ത്രപൂർവമായിരുന്നു ചരിത്ര രചനകൾ മുഴുവൻ. ചരിത്രം എപ്പോഴും എഴുതപ്പെടുക അധികാരികളുടെ ഭാഗത്ത് നിന്നാണ്, ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് ചരിത്രം എഴുതപ്പെടുക. ഭൂരിഭാഗം ചരിത്രവും ഭരിക്കപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നുള്ള ചരിത്ര രചനകൾ വളരെ കുറവാണ്. ഭൂരിഭാഗം ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ അതിൽ കാണാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ പല ചരിത്രവും നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ചക്രവർത്തിമാരുടെ ചരിത്രം, ചക്രവർത്തിനിമാരുടെ ചരിത്രം, രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചരിത്രമെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്.
അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിമാർ, അല്ലെങ്കിൽ ജൂലിയസ് സീസർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ചന്ദ്രഗുപ്ത മൗര്യൻ, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൃഷ്ണദേവറായ തുടങ്ങിയിട്ട് ഒരുപാട് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചരിത്രം പഠിച്ചു. എൻ്റെ അടക്കം തലമുറയിൽ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെ തലമുറയിൽപ്പെട്ട അന്നത്തെ വിദ്യാർത്ഥികൾ ഇപ്പോഴും അതൊക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ചുകൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ രാജാക്കന്മാരുടെ കീഴിലുള്ള ജനതയെക്കുറിച്ച് ഒരു പുസ്തകവും ഒരക്ഷരം ഉണ്ടെന്നില്ലല്ലോ. ചരിത്രമെന്നാൽ ജനതയുടെ ചരിത്രമല്ലേ? രാജാവിൻ്റെ ചരിത്രം മാത്രമാണ്, രാജ്ഞിയുടെ ചരിത്രം മാത്രമാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കണമെങ്കിൽ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കണം. ഒരു ഐക്കോണിക്കായിട്ടൊരു സിമ്പിളിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ചിന്തയെ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ആ വ്യക്തി മാത്രമായിരിക്കും ഒരു സമൂഹത്തിൻ്റെ നേതാവായിട്ട് അവരോധിക്കപ്പെടുക. അങ്ങനെയല്ല ചരിത്രം. ലോകപ്രശസ്ത കവിയും ചിന്തകനുമായ ബൃഹത്തോൾ ബൃഹത്ത് പറയും, പിസാഗോപുരത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, പഠിക്കുന്നു. പക്ഷെ ആരും എൻ്റെ പിസാഗോപുരം പണിയാനുള്ള കല്ല് ചുമന്നവനെക്കുറിച്ച്, അതിൽ വെള്ള പൂശിയവനെക്കുറിച്ച്, അതിൽ സിമെന്റ് ചേർത്തവനെക്കുറിച്ച് പറയാത്തതെന്ന് ബൃഹത്ത് പറയുന്നുണ്ട്. താജ്മഹൽ പണിത ഷാജഹാനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. എൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ കല്ലെടുത്തു പോയിട്ട് അവിടെ വലിയ മാർബിൾ കല്ലുകൾ ചുമലിലെടുത്ത് കൊണ്ടുപോയി അതിനെക്കുറിച്ച് അവിടെ വെച്ചതെന്തേ ആരും പറയാത്തത്, പഠിപ്പിക്കാത്തത്? അപ്പൊ ചരിത്രം ആരുടേതാ? ജനതയുടെ ചരിത്രം. എന്തുകൊണ്ടാണ് അത് പഠിപ്പിക്കാത്തത്? അതിൻ്റെ പേരാണ് പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം. ഇന്ത്യയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഈ പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം. സവർണാധിപത്യത്തിൻ്റെ ചരിത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ആ സവർണാധിപത്യത്തിനെതിരെ അതിരൂക്ഷമായ പോരാട്ടം പ്രവർത്തികളിലൂടെയും ചിന്തകളിലൂടെയും നടത്തിയിട്ടുള്ള യുഗപ്രഭാവനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ആ ചിന്തകളെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ഇന്ത്യയിൽ പഠിപ്പിച്ച ചരിത്രം മുഴുവൻ വരേണ്യവർഗത്തിൻ്റെ ചരിത്രമാണ്. ഇപ്പോഴും പഠിപ്പിക്കുന്നത് അതാണ്. ഇപ്പോഴാണ് സബാൾട്ടേൺ ചിന്തകൾ, ദളിത് ചിന്തകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചിന്തകൾ, ആദിവാസികളുടെ ചിന്തകൾ വിദ്യാഭ്യാസ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്നത്. പഴയ കാലഘട്ടത്തിലൊന്നും ഇതിനെക്കുറിച്ചൊരു പരാമർശവുമില്ല. തൃത്താല അടക്കമുള്ള ഈ പ്രദേശം, തൃത്താല നിയോജക മണ്ഡലത്തിൻ്റെ അടുത്ത് ഷൊർണൂരുണ്ട്, കലാമണ്ഡലമുണ്ട്. കേരളീയ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ കഥകളിയെക്കുറിച്ച് പറയുന്നു, പാശ്ചാത്യർക്ക് കാണിച്ചു കൊടുക്കുന്നു, മോഹിനിയാട്ടം കാണിച്ചു കൊടുക്കുന്നു, ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ കുച്ചിപ്പുടി തെലുങ്കിലെ നൃത്തരൂപമാണെങ്കിൽ അതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. എന്തേ പുലയന്മാരുടെ പാട്ട് കാണിച്ചു കൊടുക്കാത്തത്? മുസ്ലിങ്ങളുടെ മാപ്പിളപ്പാട്ട് സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് എന്താ പറയാത്തത്? ദളിതന്മാരുടെ പാട്ടുകളും നൃത്തരൂപങ്ങളും കേരളീയ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് എന്തേ ഒരു ചരിത്രകാരന്മാരും എഴുതാത്തത്? അപ്പൊ സംസ്കാരത്തിനെ കുറിച്ച് പണ്ട് തന്നെ വാദകോലാഹലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സംസ്കാരമാണ് കീ വേർഡ്, താക്കോൽ വാക്കാണ്. ആ സംസ്കാരത്തിന്റെ പേരിലാണ് ഫാസിസ്റ്റുകൾ കൈവയ്ക്കുക. ഇവിടെയല്ല, ഈ ലോകത്തിലെല്ലായിടത്തും. രണ്ട് രംഗത്തിനെ പിടിച്ചടക്കിയാൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കാൻ പറ്റുമെന്ന് ഫാസിസ്റ്റുകൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ രണ്ട് രംഗമാണ് സാംസ്കാരിക രംഗവും വിദ്യാഭ്യാസ രംഗവും. ഈ രണ്ട് രംഗത്തിനെ കീഴടക്കിയാൽ പൊളിറ്റിക്കൽ ഹെജിമനി തന്നിലേക്ക് വരുമെന്ന് ഹിറ്റ്ലർക്കറിയാമായിരുന്നു, മുസോളിനിക്കറിയാമായിരുന്നു, ഇന്നത്തെ ഫാസിസ്റ്റ് നേതാക്കന്മാർക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് അവർ സംസ്കാരത്തിനെ, ചരിത്രത്തിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സംസ്കാരത്തിൻ്റെ വരേണ്യ സംസ്കാരമാണ് സംസ്കാരം, സബാൾട്ടേൺ സംസ്കാരം, ന്യൂനപക്ഷ ദളിത് സംസ്കാരം സംസ്കാരമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഫിലോസഫറായിരുന്നു മാത്യു ആർണോൾഡ്. അദ്ദേഹത്തിൻ്റെ ദ കൾച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു, കൾച്ചർ ഈസ് എക്സ്ട്രാordinary. സംസ്കാരം എന്ന് പറയുന്നത് ശ്രേഷ്ഠതരമാണ്, അതിവിശിഷ്ടമാണ്. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് സംസ്കാരം ഉത്ഭവിക്കുന്നത് അതിവിശിഷ്ടമായ വരേണ്യ വിഭാഗത്തിൽ നിന്നാണ്. സമൂഹത്തിൻ്റെ ഉന്നത കുലജാതരിൽ നിന്നാണ് സംസ്കാരം വരുന്നത്.
പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് പിന്നീട് വലിയ ചിന്തകനും ഹിസ്റ്റോറിയനുമായിട്ടുള്ള റൈമോൺ വില്യംസ് എഴുതി കൾച്ചർ ഈസ് ഓർഡിനറി. സംസ്കാരം സാധാരണമാണ്, അനിതര സാധാരണമല്ല. നൃത്തം ചെയ്യുന്നവന്റെ, പാട്ടുപാടുന്നവന്റെ, കാട്ടിൽ താമസിക്കുന്നവന്റെ, നദീതീരങ്ങളിൽ താമസിക്കുന്നവന്റെ, മലമുകളിൽ താമസിക്കുന്നവന്റെ, ഭക്ഷണമുള്ളവന്റെ, ഭക്ഷണം കിട്ടാത്തവന്റെ, റോഡിൽ കിടന്നുറങ്ങുന്നവന്റെ, വിദ്യാഭ്യാസത്തിന് ചെയ്യുന്നവന്റെ, വിദ്യാഭ്യാസമില്ലാത്തവന്റെ ദൈനംദിന ജീവിതത്തിലെ അനുഭവത്തിൻ്റെ ആകത്തുകയാണ് സംസ്കാരം, ചരിത്രമെന്ന് റൈമോൺ വില്യംസ് അസന്നിഗ്ധമായി പറഞ്ഞു. ഇപ്പോഴും നമ്മളത് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആര് കാണുന്നു ഇന്ത്യയിലെ 32 കോടി ജനത 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെന്ന് അമർത്യാസൻ പറഞ്ഞിട്ട് 2 കൊല്ലമേ ആയിട്ടുള്ളൂ. ആര് തിരിഞ്ഞു നോക്കുന്നവര്? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ 32% പേരും 2 നേരം ഭക്ഷണം കഴിക്കുന്നവരും 1 നേരം ഭക്ഷണം കഴിക്കുന്നവരുമാണെന്ന് ലോകപ്രശസ്ത സാമ്പത്തിക വിശാരദൻ അമർത്യാസൻ പറഞ്ഞിട്ട് 2 കൊല്ലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളിൽ. അതിന് മുമ്പ് 4-5 കൊല്ലം മുമ്പ് അദ്ദേഹം എഴുതി ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ, ഗ്ലോറി ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള പ്രസിദ്ധമായ പുസ്തകങ്ങളെല്ലാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണ്. അവരെക്കുറിച്ച് ആരെങ്കിലും വർത്തമാനം പറയുന്നുണ്ടോ? അവരെക്കുറിച്ച് വർത്തമാനം പറയാത്ത ചരിത്രം എങ്ങനെയാ ചരിത്രമാകുന്നത്? വി.ടി. ഭട്ടതിരിപ്പാട് പറഞ്ഞത് അവരെക്കുറിച്ചുള്ള ചരിത്രമാണ്. യാഥാസ്ഥികതയുടെ, അന്ധവിശ്വാസത്തിൻ്റെ, ഭീകരമായ അനാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്നിരുന്ന് തൻ്റെ സമുദായത്തിലെ തന്നെ അന്തർജനങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു വിപ്ലവം നടത്തിയിട്ടുള്ള മഹാപ്രതിഭ, ജാതി ചിന്തയ്ക്കെതിരെ, സാമൂഹിക അസമത്വത്തിനെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയ യുഗപ്രഭാവൻ ഇന്ന് പറ്റുമോ വല്ലവർക്കും? ഇന്ന് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ള സ്ഥിതി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. ജാതി ചിന്ത കൂടി വരുന്നു, സാമുദായിക ചിന്ത കൂടി വരുന്നു. അതല്ലേ ഒരു സാമുദായിക നേതാവ് ഇടയ്ക്കിടയ്ക്ക് ഓരോൻ അട്ടഹാസം മുഴക്കുന്ന 2-3 ദിവസമായിട്ട്. അപ്പോൾ സ്വാഭാവികമായും ചരിത്രത്തിന് വികൃതമാക്കപ്പെടുന്നു. ആ ചരിത്രത്തിനെ വികൃതമാക്കുന്ന സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ടതാരാ? ചിന്തിക്കുന്ന മനുഷ്യൻ. നേരത്തെ നാരായണദാസ് പറഞ്ഞതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യരുടെ എണ്ണം കൂടണം. ഇത് മനുഷ്യനെ ഹിന്ദുവായിട്ടും മുസൽമാനായിട്ടും ക്രിസ്ത്യാനിയുമായി കണ്ടാൽ മനുഷ്യനില്ലാതെയാകും. അപ്പം മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഈ മാനവികതയുടെ സംസ്കാരം, അതിനെ ആധുനിക ലോകത്തില് റൈമോൺ വില്യംസ് ആദ്യം അവതരിപ്പിച്ചു. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ചരിത്രം എഴുത്. ഇന്ത്യയിൽ അവതരിപ്പിച്ച ജോൺ സ്റ്റുവാർട്ട് മില്ലിന്റെ ഈ ചരിത്ര പുസ്തകമാണ് ഏതാണ്ട് 19 കൊല്ലത്തോളം ഇന്ത്യൻ സർവകലാശാലകളിൽ ബ്രിട്ടീഷുകാർ പോകുന്നത് വരെ പഠിപ്പിച്ചത്. ആ വരേണ്യ സംസ്കാരം പിന്നീട് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഇവിടെ ചരിത്രകാരന്മാർ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്, വിശ്വപ്രസിദ്ധമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ വലിയ ചരിത്രകാരനായിരുന്നു. ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചാൽ അറിയാം ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ ചരിത്രം, അതിൻ്റെ വൈവിധ്യങ്ങൾ, അതിൻ്റെ ബഹുസ്വരതയൊക്കെ കുറിച്ചൊക്കെ നമുക്ക് ഗഹനമായിട്ട് പഠിക്കാൻ സാധിക്കും. പക്ഷെ മിക്കവാറും ചരിത്രകാരന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ അവിടെയൊക്കെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ഒരു റമിള താപ്പറിനെയോ ബിപിൻ ചന്ദ്രയെയോ DC കുസംബിയെയോ മാറ്റി നിർത്തിയാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വരേണ്യ വിഭാഗത്തിനെ പിന്തുണയ്ക്കുന്ന ചരിത്ര രചനാരീതികളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും കേരളത്തിലടക്കമുള്ള ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. പ്രഗത്ഭന്മാരായ ചരിത്രകാരന്മാർ, ശ്രീധരമേനോന്റെ ആയാലും അങ്ങനെ MGSന്റെ ആയാലും ഗംഗാധരൻ സാറിൻ്റെ ആയാലും ഇവരൊക്കെ അതിവിശിഷ്ടമായ ചരിത്ര പണ്ഡിതന്മാരാണ്. പിന്നീട് ഒരുപാട് ചരിത്രകാരന്മാർ, VK ബാലകൃഷ്ണൻ, ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം പേരും, ഇതിൽ 1-2 പേര് മാറ്റി നിർത്താം, ഭൂരിഭാഗം പേരുടെയും ആമുഖത്തിൻ്റെ തുടക്കം കഴിഞ്ഞാൽ വരുന്നത് സംഘകാലത്തിനെ കുറിച്ചാണ്, ചേര സാമ്രാജ്യത്തെക്കുറിച്ചാണ്, ചോള സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഇതെങ്ങനെ വരുമ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത് വീണ്ടും പഴയതിലേക്കാണ് പോക്ക്. കേരളത്തിൻ്റെ അടിസ്ഥാന വിഭാഗത്തിൻ്റെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന ചരിത്രമേത്? നവോത്ഥാനത്തിൻ്റെ പ്രത്യാഘാതവും നവോത്ഥാനത്തിൻ്റെ സ്വാധീനവുമെന്ന്.
ഇതൊക്കെ പിൽക്കാലഘട്ടത്തിലാണ് എഴുതപ്പെടുന്നത്. ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മനുഷ്യകുലത്തിനെ മുന്നോട്ട് നയിച്ചത് ഈ പുരോഗമന ചിന്തകൾ, നവോത്ഥാന ചിന്തകളെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ചരിത്രം ചരിത്രമാവുക. ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലഘട്ടത്തിൽ, ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിൽ അതുണ്ടായി ഇതുണ്ടായി എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റും, പറയാം. വിക്രമാദിത്യന്റെ നവരത്ന സദസ്സിനെ കുറിച്ച് പഠിപ്പിക്കാം. ചന്ദ്രഗുപ്ത മൗര്യന്റെ വലിയ വിശാല മനസ്കതയെക്കുറിച്ച് പഠിപ്പിക്കാം. പക്ഷെ അതൊക്കെ എഴുതുമ്പോഴും ആ രാജ്യത്തിലെ ജനതയുടെ ചരിത്രം എന്തായിരുന്നു? ആ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ ചരിത്രം എന്തായിരുന്നു? ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ ആരും. അങ്ങനെ പഠിക്കുമ്പോഴല്ലേ യഥാർത്ഥ സംസ്കാരം എന്താണെന്ന് പറയുക. ദൈനംദിന ജീവിതത്തിൻ്റെ അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന നൈതിക ബോധമാണ് യഥാർത്ഥ സംസ്കാരം. നൈതികതയുണ്ടോ, നീതിബോധമുണ്ടോ, അത് നമ്മൾ തിരഞ്ഞു നോക്കണ്ടേ. ആ നീതിബോധത്തിൽ അധിഷ്ഠിതമായൊരു സമൂഹം ഉണ്ടാകുമ്പോഴല്ലേ യഥാർത്ഥ ചരിത്രത്തിൻ്റെ ഉത്ഭവം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ചരിത്രം എഴുതപ്പെടുമ്പോൾ ആ ചരിത്രകാരൻ്റെ വീക്ഷണത്തിലാണ് എഴുതപ്പെടുന്നത് എങ്കിലും വസ്തുനിഷ്ഠമായിട്ടുള്ള ചരിത്രം എഴുതാൻ ഓരോ ചരിത്രകാരനും ഉത്തരവാദിത്തമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്തുനിഷ്ഠമായ ചരിത്രങ്ങൾ പറയുന്നില്ല, എല്ലാറ്റിനെയും വികൃതമാക്കി ചിത്രീകരിക്കുന്നു. ഇപ്പൊ പറയപ്പെട്ട പന്തിരികുലത്തിനെ കുറിച്ച് പറഞ്ഞു. ഐതിഹ്യങ്ങളിലൂടെ നടക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്നല്ല, പണ്ടുകാലം മുതലൊക്കെ ഐതിഹ്യങ്ങളിലൂടെ, സാങ്കല്പിക കഥകളിലൂടെ, കെട്ടുകഥകളിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങിയിട്ടുള്ള രാജ്യമാണ്. മുന്നോട്ടോ പിന്നോട്ടോ എന്ന കാലം നമ്മൾക്ക് നിരീക്ഷിച്ചാൽ അറിയാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ മനോഹരമായിട്ടുള്ള ഭാവനാസാന്ദ്രമായ ആ പുസ്തകത്തിൽ വിശ്വാസം എന്ന് പറയുന്ന ആ വികാരം അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് ആ പറയപ്പെട്ട പന്തിരുകുലത്തിൻ്റെ സന്ദേശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്കറിയാം അവിടെ ചോദ്യം ചെയ്യലിൻ്റെ പ്രക്രിയയുണ്ട്. ചോദ്യം ചെയ്യപ്പെടുന്നു പലതും. ബ്രാഹ്മണിസത്തിനെ ചോദ്യം ചെയ്യപ്പെടുന്നു, ജാതി ചിന്തയെ ചോദ്യം ചെയ്യപ്പെടുന്നു. പല കഥാപാത്രങ്ങളും അത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയങ്ങളെ മുന്നോട്ട് അവതരിപ്പിക്കുമ്പോൾ അത് ഈ മണ്ണിൻ്റെയും കേരളത്തിലെ പൊതു മണ്ണിൻ്റെയും പ്രത്യേകതയാണ്. അസന്നിഗ്ധമായ രീതിയിലല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പം മണ്ണിൽ നമ്മുടെ സമൂഹത്തിലുള്ള യാഥാസ്ഥിക ചിന്തകളെ ചോദ്യം ചെയ്യാതെ, അതിനുള്ള ഉത്തരം കിട്ടാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് മനുഷ്യകുലത്തിന് സാധ്യമല്ല. ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയയാണ് ചരിത്രപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം. ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് വിഷയത്തെക്കുറിച്ച് ഗഹനമായിട്ടുള്ള ഗ്രാഹ്യം വേണം, ആത്മവിശ്വാസം വേണം, ആശയ ദൃഢത വേണം. ഇന്നത്തെ ഇന്ത്യയിലോ ആശയ ദൃഢതയില്ല, ആത്മവിശ്വാസമുള്ളവരും കുറവാണ്. ചഞ്ചല മനസ്സുകളാണ് ബഹുഭൂരിഭാഗം. അതുകൊണ്ട് എന്ത് അധർമ്മം നടന്നാലും, എന്ത് അനീതി നടന്നാലും, എന്ത് നമുക്ക് അസഹിഷ്ണുതാപരമായിട്ടുള്ള പ്രവൃത്തികൾ നടന്നാലും ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. നിസ്സംഗരായി, നിശബ്ദരായി ഇരിക്കുകയാണ് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യരും, വീട്ടിൽ ജനിച്ച നാട്ടിലടക്കം. MT ഈ നിളാനദീ തീരത്തിരുന്നു കൊണ്ടാണ് കഥകളും നോവലുകളുമൊക്കെ ഇവിടെ നിന്ന് മുതൽ പൊന്നാനി വരെ സഞ്ചരിച്ചും തിരൂരിലൊക്കെ സഞ്ചരിച്ചും പല മേഖലകളിലും വരുന്ന MT കഥയും നോവലും ഒക്കെ എഴുതുമ്പോൾ MT ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. ഇറ്റാലിയൻ തത്വചിന്തകനായിട്ടുള്ള എലിയസ് കനാറ്റിയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ചെറിയൊരു പുസ്തകം, ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി പവർ, കറപ്റ്റ് പവർ എന്നുള്ളത്, ദുരധികാരത്തിനെതിരായ സമരം. അതേ തലക്കെട്ടോടുകൂടി MT ആ ലേഖനം തർജ്ജമ ചെയ്തു, ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിൽ ആ ലേഖനം തർജ്ജമ ചെയ്തിട്ട് MT പറയുന്നുണ്ട്, ദുരധികാരത്തിനെതിരെ ചോദ്യം ചെയ്യാത്തവർക്ക് മനുഷ്യനാൽ പോലെ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അത് എഴുതിയ ആളുടെ നാടായത്. ദുരധികാരത്തിനെ ചോദ്യം ചെയ്യണ്ടേ? മനുഷ്യനെ പോലെ കാണാത്ത ഒരു മതത്തിൻ്റെയും ജാതിയുടെയും സാമുദായിക ചിന്തകളുടെയും പേരിൽ
രാജ്യത്തിനെ വിഭജിക്കപ്പെടുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാൻ നമുക്ക് ശക്തി തരുന്നതാരാ? ചരിത്രം. പിന്നെ ഈ ഞാൻ സൂചിപ്പിച്ച പഴയ ചരിത്രകാരന്മാരൊക്കെ പുസ്തകരചനയിൽ എഴുതപ്പെടുന്ന സമയത്ത് അവർ പുരാവസ്തുക്കളെ തെളിവായിട്ട് സ്വീകരിക്കുന്നു. രണ്ടാമത് അവർ തെളിവായി സ്വീകരിക്കുന്നത് പുരാവസ്തു രേഖകളെ. മൂന്നാമത് അവർ തെളിവായിട്ട് സ്വീകരിക്കുന്നത് ആ കാലഘട്ടത്തിലെ സാഹിത്യങ്ങളെ. അപ്പൊ പുരാവസ്തുക്കൾ, പുരാവസ്തു രേഖകൾ, സാഹിത്യങ്ങൾ, ഇത് മൂന്നും മതിയോ ഒരു ചരിത്ര രചന നടത്താൻ? വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിച്ചുകൂടെ? ഈ മൂന്ന് തെളിവുകളുടെ പിന്നാലെ നമ്മൾ നടന്ന് അതിനെ ഗഹനമായി പഠിച്ച് പരിശോധിച്ചുകൊണ്ട് ചരിത്രം എഴുതുമ്പോൾ ഈ സാഹിത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കീഴാള സാഹിത്യം പെടുമോ? ഈ ഡോക്യുമെന്റ്സിൽ കീഴാളന്മാരെ കുറിച്ചുള്ള വല്ല ഡോക്യുമെന്റ്സും ഉണ്ടാവുമോ? ഡോക്യുമെന്റ്സ് ഒക്കെ പുറത്തേക്ക് വരിക ഭരിക്കുന്നവരുടെ ഇംഗിതമനുസരിച്ച്. ആരാണ് അധികാരത്തിലുള്ളത്? അയാളുടെ താല്പര്യത്തിനനുസരിച്ചാണ് രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അയാളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പുരാവസ്തുക്കളെ കുറിച്ച് മാത്രമേ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുകയുള്ളൂ. ഭൂരിഭാഗം ചരിത്രകാരന്മാരും അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. റോമാ ചക്രവർത്തിമാരെ ചോദ്യം ചെയ്യാൻ ചരിത്രകാരന്മാർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്താൽ തലയുണ്ടാവില്ല. ജൂലിയസ് സീസറെ ആരെങ്കിലും ചോദ്യം ചെയ്തിരുന്നു? ചോദ്യം ചെയ്യാനുള്ള ഘട്ടമെത്തിയപ്പോഴാണത് നിവർത്തിയില്ലാത്ത ഘട്ടത്തിലാണ് ഷേക്സ്പിയറുടെ നാടകം പറയുന്ന ബ്രൂട്ടസ് പിന്നിൽ നിന്ന് കുത്തി ജൂലിയസ് സീസർ മരിച്ചു വീഴുന്നതെല്ലാം. പക്ഷെ അരിസ്റ്റോട്ടലും പ്ലാറ്റോയും സോക്രട്ടീസും ഒക്കെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു ലോകത്തിനെ. നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ആ നിരന്തരം ചോദ്യം ചെയ്ത മഹാനായ മനുഷ്യന്റെ മണ്ണാണിത്. അങ്ങനെ എത്രയോ മഹാരഥന്മാർ നടന്നു നീങ്ങിയ മണ്ണാണിത്. പുരോഗമനപരമായ ചിന്തകൾ പ്രവഹിച്ച നിളാനദി സ്വച്ഛന്തമായി പ്രവഹിക്കുന്നത് പോലെ ആ നിളയുടെ തീരത്തുകൂടെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പുരോഗമന ആശയങ്ങൾ പ്രവഹിച്ച മണ്ണാണിത്. അവരൊക്കെ ഇത് സ്വായത്തമാക്കിയത് മാനവികതാബോധത്തിൻ്റെ ഉദാത്ത പ്രതീകങ്ങളായതുകൊണ്ടാണ്. താൻ നിലനിൽക്കുന്ന സമുദായത്തിനെ മാത്രമല്ല, താൻ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ, ദേശത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ അനീതികൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. ഞാനൊരു ഈശ്വരവിശ്വാസിയല്ല, എന്നാൽ ഞാൻ ഈശ്വരവിശ്വാസികളെ എതിർക്കുന്നുമില്ല, വീട്ടിൽ എഴുതുകയാണ്. എന്നാൽ ഇന്ന് അന്ന് എഴുതി വെച്ചാട്ടോ, ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇന്ന് അമ്പലങ്ങളിൽ പോകുന്നതും പള്ളികളിൽ പോകുന്നതും ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം എഴുതിയതാണ്. എന്തിനാണ് ഈ പോകുന്നത്? അങ്ങനെ ഒരു ഫാഷനായി മാറ്റാനാണല്ലോ ഭക്തിയാണോ ഭക്തി എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ എത്ര ഉജ്ജ്വലമായ വിപ്ലവകാരിയാണ്. ഇന്നത് എഴുതാൻ പറ്റുമോ എല്ലാവർക്കും? ഇന്ന് അങ്ങനത്തെ ഒരു പ്രസംഗം നടത്താൻ പറ്റുമോ? അങ്ങനെ അപൂർവം ചില ആൾക്കാർ ചെയ്യുമൊന്നും അല്ലാതെ സമൂഹത്തിൻ്റെ ചിന്താഗതി ജീർണിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളുടെ വിശ്വാസത്തിനെയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അന്ധവിശ്വാസവും അനാചാരവും ഭീകരമായി വർദ്ധിക്കുമ്പോൾ അത് ചരിത്രത്തിനെ പിറകോട്ട് നടത്തുന്നു. അങ്ങനെ പിറകോട്ട് നടത്തുമ്പോൾ വിജ്ഞാനത്തിൽ നിന്ന് നമ്മൾ അകലുന്നു. വൈജ്ഞാനികമായൊരു തൃഷ്ണ ഉണ്ടാക്കാൻ നമ്മൾക്ക് സഹായകരമാവില്ല യാഥാസ്ഥിക ചിന്തകൾ. ഇപ്പൊ പൗരാണികങ്ങളെക്കുറിച്ചും പൗരാണിക കാലഘട്ടത്തെക്കുറിച്ച് മാത്രം പഠിക്കണമെന്ന് പറയുമ്പോൾ ആ വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പക്ഷെ ഭൂതകാലത്തിൽ നിന്നുള്ള ആ സാഹചര്യം വർത്തമാനകാലത്തിൽ വേണമെന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പം അത് പറയണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാവും. വേദകാലഘട്ടം, ആര്യന്മാരുടെ വരവ്, ഇതൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ പറയുന്നത്. അതിനൊക്കെ എതിർത്ത ആളാണ് ഈ പൊളിറ്റിക്കൽ ബ്രാഹ്മണിസത്തിനെ കർശനമായി എതിർത്ത ആളാണ് VT, കെ ദാമോദരൻ, EMS, EP ഗോപാലൻ, ഇവരൊക്കെ സഞ്ചരിച്ച മണ്ണാണിത്. അപ്പൊ ആ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ഈ മഹാരഥന്മാർ പുരോഗമനപരമായ ആശയം പറഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ടതുകൊണ്ട്. പൊന്നാനിയിൽ വീട്ടിൽ വരുന്ന, എൻ്റെ വീട് പൊന്നാനിയിൽ, അതുകൊണ്ട് ഞാൻ പൊന്നാനിയെ കുറിച്ച് പറയുന്നു. വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിയുടെ അടുത്ത് എടശ്ശേരിയും ഉറൂബും കൂടി ചെല്ലുന്നു. വീട്ടിയുടെ അടുത്ത് ചെന്ന് 3 പേരും കൂടി നാലാപ്പാട് നാരായണനെ കാണാൻ ചെല്ലുന്നു. പൊന്നാനിയിൽ ഒരു സാംസ്കാരിക സമിതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സമിതി ഉണ്ടാക്കുമ്പോൾ നാനാപ്പാടം പറയുന്നത്, സാംസ്കാരിക സമിതിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സംസ്കാരത്തിനെ കുറിച്ച് നമ്മൾ ഗഹനമായി പറയണം.
മാനവികത, ഇവരൊക്കെ മാനവികതയുടെ ആൾക്കാർ തന്നെയാണ്. മാനവികതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഹൃദയവിശാലതയുടെ അഗ്രജന്മാരായിട്ട് നമ്മൾ മാറണം. നാലപ്പാടൻ്റെ ഉറൂവല്ല പോയത്, അക്കിത്താണ് പോയത്, എടശ്ശേരിയുടെ. അങ്ങനെ ഉള്ള മഹാരഥന്മാരൊക്കെ സഞ്ചരിച്ച പ്രദേശമാണ്. എത്ര യാഥാസ്ഥികമായിട്ടുള്ളൊരു സമൂഹത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇവർ ഇത്രമാത്രം പുരോഗമനപരമായി ചിന്തിച്ചത്. അങ്ങനെ ഇപ്പൊ ചിന്തിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ അവർ രാജ്യദ്രോഹികളായി, ജനങ്ങൾ വീട്ടിലിരുന്നാലോ അവർ രാജ്യഭക്തന്മാരുമായി. അങ്ങനത്തെ ഒരു രാജ്യമായിട്ട് നമ്മൾ മാറി. ഇപ്പൊ തെരുവീതികളിലേക്ക് ആരും ഇറങ്ങുന്നില്ല അനീതിക്കെതിരെ പോരാടാൻ. ഇറങ്ങിയാൽ പലതും നഷ്ടപ്പെടും. ഒന്നും നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറായിരുന്നില്ല. വീട്ടിക്കെല്ലാം നഷ്ടപ്പെട്ടില്ല. MRB ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ തന്നെയല്ലേ വന്നത്? വീട്ടിയുടെ മുറ്റത്ത് നടന്ന യോഗത്തിൽ MRB സൃഷ്ടിച്ച വിപ്ലവമൊന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. വിധവാ വിവാഹം നടത്തിയ ആള്. എന്തൊരു പുരോഗമനപരമായിട്ടുള്ള ചിന്തകൾ! ഇന്ന് ഇപ്പോഴും ആ പഴയതിലേക്ക് മടങ്ങുകയല്ലേ? MRB സൃഷ്ടിച്ച വിപ്ലവം ഇന്ന് നടത്താൻ വളരെ ചുരുക്കം പേർക്കല്ലേ സാധ്യമുള്ളൂ. MB ഭട്ടതിരിപ്പാട്, MRB, VT ഇവരൊക്കെ കൊടുങ്കാറ്റ് പോലെ പ്രചണ്ഡ പ്രചരണം നടത്തിയ അന്ധവിശ്വാസത്തിനെതിരെ. ഈ തൃത്താലയുടെ പൈതൃകമാണത്. പൊന്നാനിയിലാണ് 1920കളുടെ അവസാനത്തിൽ 30കളുടെ ആദ്യം K. ദാമോദരൻ വന്ന് ബീഡി തൊഴിലാളി സമരം നടത്തുമ്പോൾ അവിടുത്തെ മുസൽമാനെയും ഹിന്ദുക്കളെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ സമരം നടത്തിയപ്പോൾ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അംഗമൊന്നുമല്ല, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടില്ല. സമരം 22 വയസ്സായ ചെറുപ്പക്കാരനാണെന്ന്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പണ്ഡിതരിൽ ഒരാൾ. ആ സമരം നടത്തുമ്പോഴാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ പൊന്നാനിയിലെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ വലിയ പ്രവാഹമായിട്ട് ഒഴുകിയെത്തി തെരുവീതികളിൽ. അറബിക്കടലിന്റെ തിരമാലകൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആഞ്ഞടിക്കുമ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് മനുഷ്യസാഗരം അലയടിച്ചു. അവർ വിളിച്ച മുദ്രാവാക്യം K. ദാമോദരനെ വിട്ടയക്കുക, ഇൻകുലാബ് സിന്ദാബാദ്, അല്ലാഹു അക്ബർ. ഈ രണ്ട് മുദ്രാവാക്യം ഒരുമിച്ച് മുഴങ്ങിയത് അന്നാണ്. പിന്നെ ഇന്നേ ദിവസം വരെ മുഴങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പ്രേംജി അവിടെ നടന്നൊരു പാട്ട് പാടുന്നുണ്ട്. ദാമോദരന് അനുകൂലമായിട്ടും ഈ ബീഡി തൊഴിലാളി സമരത്തിന് അനുകൂലമായിട്ടൊക്കെ. ഒരു സാക്ഷാൽ നമ്പൂതിരിയാണ് മാപ്പിള മക്കളുടെ തെരുവീതികളിലൂടെ നടന്ന പാട്ട് പാടിയിട്ട് ആ മക്കളെ തെരുവീതികളിലേക്ക് ഇറക്കിയത്. എന്തൊരു കാലം! ഇത് മനുഷ്യനെ ഇത് തൊട്ടടുത്തിരുന്ന ആദ്യം ചോദിക്കും എന്താ പേര്, അപ്പൊ ഞാൻ പറയും അജിത് കൊള്ളാടി. അടുത്ത ചോദ്യം എന്താ ജാതി എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊരു ദുരന്തപൂർണമാണിത് ഈ രോഗം. അപ്പൊ തൃത്താല പഠിപ്പിച്ച പാഠങ്ങൾ വളരെ പുരോഗമനാശയത്തിന്റെ പാഠങ്ങളാണ്. തൃത്താലയല്ല, കേരളം മുഴുവൻ. അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും സാക്ഷാൽ ഗുരുദേവനും എല്ലാം കേരളത്തോടും ലോകത്തോടും പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ മനുഷ്യന്റെ അന്തസ്സ് വീണ്ടെടുക്കുക, മനുഷ്യനെ മനുഷ്യനായി കാണുക, എല്ലാം മാനവികതയിൽ ഒതുക്കുക. ലോകം മുഴുവനുള്ള ചരാചരങ്ങൾ മുഴുവൻ ഏകമാണ്, അതിനെല്ലാം ഒരുപോലെ കാണണമെന്ന് പറയുന്ന ഉജ്ജ്വലമായ ദർശനങ്ങൾ പിറന്നു വീണിട്ടുള്ള നാട്ടിൽ അതിനെ പിടിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്വത്തിനെതിരെ, നാടുവാഴിത്തത്തിനെതിരെ, ഭൂജന്മിത്വത്തിനെതിരെ ഈ നവോത്ഥാന നായകന്മാർ പോരാട്ടം നടത്തിയത്. ഗാന്ധിയുമായിട്ട് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടെങ്കിലും ഗാന്ധി ഈ 3 ദർശനങ്ങളെയും നെഞ്ചോട് ചേർത്തു. അദ്ദേഹം ഉപനിഷത്തിനെയും ഭഗവത്ഗീതയെയും ഖുറാനിനെയും ബൈബിളിനെയും നെഞ്ചോട് ചേർത്ത് സമന്വയിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ദ മാസ്റ്റർ മൈൻഡ് പൊളിറ്റീഷ്യൻ ഓഫ് ദ വേൾഡ് എന്ന ഗാന്ധിയെ ചരിത്രകാരന്മാർ വിളിക്കുക. ഈ ഇത്ര ഒരു അതിസഗ്രഹണമായൊരു ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവിനെ ലോകം കണ്ടിട്ടില്ല എന്നാണ് പല ചരിത്രകാരന്മാരും പറയുക. അപ്പൊ ഇതിനെയൊക്കെ ഉൾക്കൊള്ളുക, ആ ഉൾക്കൊള്ളിട്ട് അതിൻ്റെ ഉജ്ജ്വലമായ ആശയങ്ങളെ സ്വീകരിക്കുക, വേണ്ടാത്തതിനെ തിരസ്കരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് MT ഇവിടെ എഴുതിയത്, VT എഴുതിയത്. ഇവിടെ ഈ സ്റ്റേജ് തന്നെ അമ്മുസ്വാമിനാഥൻ്റെ പേരിലുള്ള സ്റ്റേജാണ്. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നാടാണിത്. അങ്ങനെ അക്കിത്തം പിറന്ന ഭൂമിയാണിത്. ഇങ്ങനെ മഹാരഥന്മാര് നമ്മളോട് പറഞ്ഞത് ചരിത്രം എങ്ങനെ എഴുതണം, ചരിത്രം എങ്ങനെ പറയണം, ചരിത്രത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇവരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അന്ധകാരനിബിഡമായിട്ടുള്ള ചിന്തകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ പഴയ കാലഘട്ടത്തിൻ്റെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങളെ വിസ്മരിക്കരുത്. പഴയ കാലത്തിൻ്റെ പ്രാകൃത ചിന്തകളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അത് ദുരന്തപൂർണമാകും.
അതുകൊണ്ട് പ്രാകൃത ചിന്തകളല്ല നമുക്ക് വേണ്ടത്. PT പറഞ്ഞതുപോലെയുള്ള ഉജ്ജ്വലമായിട്ടുള്ള മാനവികതയെ ചേർത്ത് പിടിക്കുന്ന ചിന്തകളാണ്. അല്ലാതെ വേദകാലഘട്ടമോ മന്ത്രോച്ചാരണങ്ങളുടെ കാലഘട്ടമോ അല്ല വേണ്ടത്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന കാലഘട്ടമാണ് വേണ്ടത്. അതാണ് ഇവരൊക്കെ കാണിച്ചു തന്നത്. അതാണ് ഈ മണ്ണിൻ്റെ പെരുമയും മണ്ണിൻ്റെ പ്രശസ്തിയുമെല്ലാം. അവിടേക്ക് നമ്മൾ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ ചരിത്രത്തിനെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, വളർന്നു വരുന്ന വിദ്യാർത്ഥിനികളിൽ കുറേ പേര് വായിക്കുന്നവരുണ്ട്, പക്ഷെ അനവധി പേര് വായിക്കാത്തവരുമുണ്ട്. അപ്പോൾ ആ വായിക്കുന്ന വിദ്യാർത്ഥി സമൂഹം പ്രത്യേകിച്ച് ചരിത്രത്തിനെ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചരിത്രമില്ലാത്തൊരു രാജ്യമായിട്ട് മാറും. മുസോളിനിയുടെ പ്രസിദ്ധമായ വാചകമുണ്ട്, ഐ മേക്ക് ഹിസ്റ്ററി, ഐ മേക്ക് ദ സ്റ്റേറ്റ്, ഐ മേക്ക് ദ റിലീജിയൻ. ഞാനാണ് മതമുണ്ടാക്കുന്നത്, ഞാനാണ് രാഷ്ട്രമുണ്ടാക്കുന്നത്, ഞാനാണ് ചരിത്രമുണ്ടാക്കുന്നത്. നേരെ മറിച്ചാ വേണ്ടത്. സമ്മതിക്കില്ല മുസോളിനി. ആ ഒരു ദിശയിലേക്ക് പോകുമ്പോൾ എന്താണ് ചരിത്രം എന്ന് നമ്മൾ വളരെയധികം ഗഹനമായി ചിന്തിക്കണം. ഇപ്പം സംസ്കാരം എന്ന് പറയുന്നതും ചരിത്രമെന്ന് പറയുന്നതും രണ്ട് താക്കോൽ വാക്കുകളായി സ്വീകരിച്ച് പുരാവസ്തുക്കളെയും പുരാവസ്തു രേഖകളെയും സാഹിത്യങ്ങളെയും മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് ചരിത്രം എഴുതുമ്പോൾ അത് തെറ്റായ പ്രവണതയാണ്. അതിൻ്റെ ഇടയിലൂടെയുള്ള സബാൾട്ടേൺ ചിന്തകൾ ആ സാധാരണ വിഭാഗത്തിൻ്റെ ചിന്തകളെയും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുവന്ന മനുഷ്യനാണ് ചരിത്രം സൃഷ്ടിച്ചത്. അതാണ് വീട്ടി കാണിച്ചു കൊടുത്തത്. ആ മനുഷ്യർക്ക് മാത്രമാണ് അന്ധവിശ്വാസത്തിനും യുക്തിരഹിത ചിന്തകൾക്കുമെതിരെ, അനാചാരങ്ങൾക്കെതിരെ, സമൂഹത്തിൻ്റെ അനീതിക്കെതിരെ പോരാടാൻ സാധിക്കുകയുള്ളൂ. ആ പോരാട്ടമാണ് ഏറ്റവും വലിയ ശക്തി. അതാണ് ഈ തൃത്താല പോലെയുള്ള പ്രദേശങ്ങൾ കാണിച്ചു തന്നത്. അല്ലാതെ വരേണ്യവർഗത്തിൻ്റെ കലകൾ മാത്രമല്ല, പ്രസിദ്ധിയായിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാകും. തൃത്താല കേശവപ്പൊതുവാളടക്കം വലിയ പ്രശസ്തിയുടെ ഉത്തുംഗ ഗോപുരമായിരുന്നു. അതൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ വലിയ കലാവൈഭവമുള്ള ഉത്തുംഗ പ്രതിഭയായിരുന്നു അദ്ദേഹം. അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ മനുഷ്യനെന്ന് പറയുന്ന ഈ സാധാരണക്കാരൻ്റെ ചരിത്രത്തിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുക, അതാണ് ഈ വലിയ വിപ്ലവകരമായിട്ടുള്ള ചിന്തകൾ പ്രവഹിച്ച ഈ മണ്ണിൻ്റെ പ്രത്യേകത. അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉത്തരവാദിത്വബോധം നടക്കുക, ഇരുട്ടിൻ്റെ ശക്തികളെ ഭേദിക്കുക എന്ന് മാത്രം പറയുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.